കാപ്പാഡോസിയയിലാണ് വിശുദ്ധ ഗീവർഗീസ് ജനിച്ചത്. വിശുദ്ധന്റെ മാതാപിതാക്കൾ കുലീനരായ ക്രൈസ്തവ വിശ്വാസികളായിരുന്നു. തന്റെ പിതാവിന്റെ മരണശേഷം വിശുദ്ധൻ തന്റെ മാതാവുമൊത്ത് പാലസ്തീനായിലേക്ക് പോയി. വിശുദ്ധ ഗീവർഗീസ് നല്ല ആരോഗ്യവാനായിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹം സൈന്യത്തിൽ ചേരുകയും അദ്ദേഹത്തിന്റെ ധീരതയാൽ സൈന്യത്തിലെ ഉപസൈന്യാധിപതിയായി നിയമിതനാവുകയും ചെയ്തു. അധികം താമസിയാതെ ഡയോക്ലീഷ്യൻ ചക്രവർത്തി വിശുദ്ധന് ഉയർന്ന സ്ഥാനമാനങ്ങൾ നൽകി. പിന്നീട് ചക്രവർത്തി ക്രൈസ്തവർക്കെതിരായി യുദ്ധം ചെയ്തപ്പോൾ വിശുദ്ധ ഗീവർഗീസ് തന്റെ സ്ഥാനമാനങ്ങൾ ഉപേക്ഷിക്കുകയും ചക്രവർത്തി കാണിക്കുന്ന ക്രൂരതയെക്കുറിച്ച് തുറന്നു പറയുകയും ചെയ്തു. ഉടൻ തന്നെ വിശുദ്ധൻ തടവിലടയ്ക്കപ്പെട്ടു. പ്രലോഭനങ്ങളും വാഗ്ദാനങ്ങളും പിന്നീട് ക്രൂരമായ മർദ്ദനങ്ങളും വിശുദ്ധന് നേരിടേണ്ടി വന്നു. പക്ഷേ ഇതിനൊന്നും വിശുദ്ധനെ തളർത്തുവാൻ കഴിഞ്ഞില്ല. അധികം വൈകാതെ തന്നെ വിശുദ്ധനെ തെരുവുകളിലൂടെ നടത്തിക്കുകയും ശിരച്ഛേദം ചെയ്ത് കൊലപ്പെടുത്തുകയും ചെയ്തു. നിക്കോമീദിയായിൽ രാജശാസനം ആദ്യമായി സ്ഥാപിച്ചപ്പോൾ അത് വലിച്ചു കീറിയ ധീരനായ ചെറുപ്പക്കാരൻ വിശുദ്ധ ഗീവർഗീസ് ആണെന്ന് നിരവധി പേർ വിശ്വസിക്കുന്നു. പരമ്പരാഗത വിശ്വാസമനുസരിച്ച് പാലസ്തീനയിൽ നിന്നുമുള്ള ഒരു റോമൻ പടയാളിയായിരുന്ന അദ്ദേഹം ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ അംഗരക്ഷ സേനയിലെ അംഗവും സൈനിക പുരോഹിതനുമായിരുന്നു. പിന്നീട് വിശുദ്ധന് ചക്രവർത്തിയിൽ നിന്നും നിക്കോമിദിയായിൽ വെച്ച് ഒട്ടേറെ സഹനങ്ങൾ നേരിടേണ്ടതായി വന്നു. ജോസഫ് അസ്ലേമാനിയുടെ അഭിപ്രായത്തിൽ എല്ലാ സഭകളും ഏകപക്ഷീയമായി ഏപ്രിൽ 23 വിശുദ്ധന്റെ രക്തസാക്ഷിത്വ ദിനമായി അംഗീകരിക്കുന്നു.